പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ഒന്ന് കാണുകയുണ്ടായി. ഒരു പ്ലേറ്റ് ചോദിച്ചപ്പോൾ ഉമ്മി കരണത്തടിച്ചു. ആലപ്പുഴ ആദിക്കാട്ട് കുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരി രണ്ടാനമ്മ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ആ കുട്ടിയുടെ അനുഭവം മുഴുവൻ കുട്ടി ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ തുടങ്ങി വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കുറിപ്പ്. ആ ചെറിയ കുഞ്ഞിനോട് ആ രണ്ടാനമ്മയും അച്ഛനും എന്താണ് ചെയ്തത്? എത്ര അധികം ക്രൂരതയാണ്! പുതിയ വീട് പണിതപ്പോൾ സഹോദരനായിട്ട് ചെറിയൊരു വഴക്കുണ്ടായപ്പോൾ അവർ ചെറുതായിട്ട് ഒന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഒക്കെയും എന്തൊരു നീചമായ അനുഭവമാണ് ആ കുഞ്ഞ് നേരിടേണ്ടി വന്നത്. ആ കൊച്ച് എഴുതിയേക്കുന്നതാണ്: സെറ്റിലിരിക്കുമ്പോൾ ഇരിക്കരുതെന്ന് പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ കയറരുതെന്ന് പറഞ്ഞു, ഫ്രിഡ്ജ് തുറക്കരുതെന്നൊക്കെ ഉമ്മി പറയുന്നു. അതുപോലെ എൻ്റെ അമ്മയെ കുറേ ചീത്ത വിളിക്കുന്നു. രണ്ടാനമ്മയാണ് എങ്കിലും ആദ്യത്തെ അമ്മയെ ചീത്ത വിളിച്ചു. എത്ര അധികം ക്രൂരമായി അവർ പെരുമാറി. മുഖത്ത് മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ട്. എന്തൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമാണ്. ഇതുപോലെ ഒരുപാട് കുറച്ച് കാലങ്ങളായി നാം കേൾക്കുന്നുണ്ട്. സ്വന്തം ചോരയുള്ള കുഞ്ഞിനെ വലിച്ചെറിയുന്നു, അതിനെ കൊലപ്പെടുത്തുന്നു, ഹൃദയം തകർക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എത്ര അധികം ക്രൂരമായാണ് പെരുമാറുന്നത്. നമുക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലധികമാണ്. നമ്മുടെ നിയമം, നമ്മുടെ ശിക്ഷ, കോടതി, നമ്മുടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പ്രബലമാകണം, എതിരെ നിൽക്കണം, തിന്മയെ തുടച്ചു നീക്കണം. വാർത്ത മുഴുവൻ കാണുമ്പോൾ മൂർനാട് പോലീസ് മൊഴിയെടുത്തു. സ്കൂളിലെത്തിയ കുട്ടിയുടെ മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ കണ്ട് ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോഴാണ് രണ്ടാനമ്മ മർദ്ദിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉടൻ തന്നെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അറിയിച്ചതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ വന്ന് കുട്ടിയുടെ മൊഴിയെടുത്തു. ഈ മാതാപിതാക്കൾക്കെതിരെ എന്ത് ആക്ഷനാണ് നടക്കാൻ പോകുന്നത്? എങ്ങനെ ഈ കുട്ടി ഇനി അതിൻ്റെ ഭാവിയിലേക്ക് കടക്കും? അതിൻ്റെ ഭാവിയിൽ അത് മുന്നോട്ട് പോകും. ഈ പേരൻസിന് തക്കതായ ശിക്ഷ നൽകണം.